അപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററാണ് എക്കോസിസ്റ്റം അല്ലേ. എക്കോസിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നാച്ചുറൽ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ചെയിനുകളെ എന്ത് വിളിക്കും? നാച്ചുറൽ ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ചെയിനുകൾ. അപ്പോൾ ഫുഡ് ചെയിൻ എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ തിന്നുകയോ തിന്നപ്പെടുകയോ ചെയ്യുന്നത്, ഈറ്റിംഗ് ഓർ ബീങ് ഈറ്റൻ അല്ലേ, കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഫുഡ് ചെയിൻ എന്നറിയാം. ആ ഫുഡ് ചെയിനുകളുടെ ആ നാച്ചുറൽ ഇന്റർ കണക്ഷനെ വിളിക്കുന്ന പേര് ഫുഡ് വെബ് എന്നാണ് അല്ലേ, ഫുഡ് വെബ്. അപ്പോൾ ഫുഡ് വെബിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇത് നമ്മുടെ കടൽ എന്ന് പറയുന്നത് അല്ലേ, ഓഷൻസ് അല്ലെങ്കിൽ സീ എന്നൊക്കെ പറയുന്നത് അതിന് എക്സാമ്പിളാണ് ഫുഡ് വെബിന്. എക്സാമ്പിൾ ഫോർ ഡെട്രിറ്റിവോസ് അല്ലേ. അപ്പോൾ ഏത് വസ്തുവിനാണോ ഡീകമ്പോസിഷൻ നടക്കുന്നത് ആ വസ്തുക്കളെ വിളിക്കുന്നവരുന്നത് ഡെട്രിറ്റസ് എന്നറിയാം അല്ലേ, ഡെട്രിറ്റസ്. ആ ഡെട്രിറ്റസിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവയെ ഇല്ലാതാക്കാൻ കഴിവുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ആൾക്കാരെ, ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡെട്രിറ്റിവോസ്. ഡെട്രിറ്റിവോസിന് എക്സാമ്പിൾ ചോദിക്കാൻ വേറൊന്നും എഴുതി വെക്കരുത്, എർത്തുവോം എഴുതാം കേട്ടോ, എർത്തുവോമാണ്. എക്സ്പാൻഡ്, PAR ഫുൾ ഫോം ചോദിച്ചിരിക്കുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് വർഷങ്ങളിലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് PAR. PAR ഫുൾ ഫോം ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ആണ് അല്ലേ. സൺലൈറ്റിൽ നിന്ന് വരുന്ന 50%-ലധികം ലൈറ്റിന് എന്തിനുള്ള കഴിവുണ്ട്? ഫോട്ടോസിന്തറ്റിനുള്ള കഴിവുണ്ട്. പക്ഷേ പ്ലാന്റ്സ് അതിൽ 2 to 10% മാത്രമേ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പാർ മനസ്സിലാക്കുക, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. നെക്സ്റ്റ് ചോദിക്കുന്നു GPP - R = അപ്പോൾ GPP എന്താണെന്ന് ഓർക്കണം. GPP എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ് അല്ലേ, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ്. R എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി ലോസസ് ആണ്. അപ്പോൾ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും ആ റെസ്പിറേറ്ററി ലോസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? റൈറ്റ് ആൻസർ എന്താണ്? NPP ആണ്. അപ്പോൾ NPP എന്താണ്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ്, ഓർത്തിരിക്കുക. ഇനി പിരമിഡ് വിച്ച് ആൾവേസ് അപ്രൈറ്റ്. എക്കോളജിക്കൽ പിരമിഡ്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. 3 പിരമിഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാ? പിരമിഡ് ഓഫ് നമ്പർ പഠിച്ചിട്ടുണ്ട്, പിരമിഡ് ഓഫ് ബയോമാസ് പഠിച്ചിട്ടുണ്ട്, പിരമിഡ് ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? പിരമിഡ് വിച്ച് ആൾവേസ് അപ്രൈറ്റ്. അപ്പോൾ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ.